ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന് ഇത്തരമൊരു നില വന്നപ്പോൾ അതിൽ വല്ലാതെ അലോസരപ്പെടുന്നത് പ്രതിപക്ഷമാണ് എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക. അവർ മുന്നിൽ കാണുന്നത് വെറും അന്ധകാരമല്ല, മഹാന്ധകാരം നിറഞ്ഞ ഒരു ഭാവിയാണ്. അതിൻ്റേതായ ഒരു വല്ലാത്ത വെപ്രാളം അവരെ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുക്തിക്ക് നിരക്കാത്തത്, അസത്യം നിറഞ്ഞത്, അടിസ്ഥാനരഹിതമായത്, ഭാവനയിൽ മാത്രം നിലനിൽക്കുന്നത്, അങ്ങനെയെല്ലാമുള്ള വഴിക്ക് സഞ്ചരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. ആ ഒരു സഞ്ചാരമാണ് ഇവിടെ കാണാൻ നമുക്ക് കഴിയുന്നത്. ഇപ്പോൾ ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർത്താൻ ശ്രമിക്കും പ്രതിപക്ഷം. പക്ഷേ വിമർശിക്കാനൊന്നുമില്ല, എതിർത്ത് പറയാൻ ഒന്നുമില്ലാത്ത അവസ്ഥ. അപ്പോൾ പിന്നെ പറയാനുള്ള വേദി തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം, ആ മനോഭാവത്തോടെയുള്ള ബഹിഷ്കരണങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർ, നയപ്രഖ്യാപന പ്രസംഗം എന്നത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണല്ലോ. ഇന്ന് മാത്രമാണല്ലോ നമുക്കത് ശരിക്കും ചർച്ച ചെയ്യാൻ കഴിഞ്ഞത്, എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ചർച്ച നടന്നത്. സഭയിൽ കിട്ടുന്ന അവസരം സഭയ്ക്ക് പുറത്തുള്ള വേദികൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പുകമറ സൃഷ്ടിക്കാൻ നടത്തുന്ന ശ്രമം, ഇത് ജനാധിപത്യ സംവിധാനത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വത്തിന് ചേർന്നതാണോ എന്നത് അവർ തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്. തീർത്തും സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷം പോകുന്നതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് കാരണം ഒരുതരം രാഷ്ട്രീയ നിസ്സഹായതയിലാണ് കേരളത്തിലെ പ്രതിപക്ഷമുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഭരണപക്ഷത്തിന് നേർക്കാണ് ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയരേണ്ടത്. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയരുന്നത് പ്രതിപക്ഷത്തിന് നേർക്കാണ് എന്താണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷത്തിൻ്റെ നിലപാടില്ലായ്മകൾ, അസത്യപ്രചരണങ്ങൾ, ഇതൊക്കെയാണ് ഇതിന് വഴിവെക്കുന്നത്. ഗീബൽസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഗീബൽസിയൻ തന്ത്രമാണ് ഒരു കള്ളം ആവർത്തിച്ച് പറയുക, അത് കൂടുതൽ കൂടുതൽ ശക്തമായി പറയുക. അങ്ങനെ വന്നാൽ സത്യമായി കണക്കാക്കും. ഇവിടെ സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആവർത്തിക്കുന്ന പ്രതിപക്ഷത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ 10 വർഷമായി ഇവിടെ എന്തു നടന്നു എന്ന ചോദ്യം വരെ ഉയർത്തുന്നത്.